വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. സോ ഇന്നലത്തെ സെഷനിൽ നമ്മൾ അമോണിയം കാർബണേറ്റിനെ കുറിച്ചും ലെഡ് അസറ്റേറ്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അമോണിയം കാർബണേറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് ഒന്നും കൂടി പറഞ്ഞു പോകാം. അപ്പം എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്, ഈ 3 കോളവും എഴുതിയിരിക്കണം, വരയ്ക്കണം. എന്നിട്ട് അവസാനം റിസൾട്ട് എടുത്തെഴുതണം. അതിൽ ആനയോൺ ആദ്യവും പിന്നെയാണ് കാറ്റയോണും എഴുതേണ്ടത്. ഓക്കെ. പിന്നെ ഇന്നലെ ആനയോണിൻ്റെയും നമ്മുടെ ഫ്രീ റാഡിക്കലിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അറിയില്ലെങ്കിലും സാരമില്ല. അപ്പം നമുക്ക് അമോണിയം കാർബണേറ്റിലെ ഫസ്റ്റ് വൺ, ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് dilute hydrochloric acid is added. Observation, brisk effervescence. എന്താണ് ഇൻഫറൻസ്? Inference is the presence of carbonate. ഇനി അടുത്തത് കൺഫർമേറ്ററി ആണ്. ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഓക്കെ, to a little of the salt solution, barium chloride is added. So there is a white precipitate and carbonate is confirmed. അപ്പം ഈ പറയുന്ന വൈറ്റ് പേഴ്സിപ്പിറ്റേറ്റും കേർഡി പേഴ്സിപ്പിറ്റേറ്റും ജെലാറ്റീനസ് ഏതൊക്കെയാണെന്നെല്ലാം അറിയണ്ടേ. സോ ഐ വിൽ ഷോ സം ഫോട്ടോസ് ഓഫ് ഇറ്റ്. ഓക്കെ. ഈ കേർഡി പേഴ്സിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പം നമ്മുടെ തൈരിൻ്റെ ചെറിയ ചെറിയ പീസ് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു അപ്പിയറൻസ് ആണ് ഈ കേർഡി പേഴ്സിപ്പിറ്റേറ്റ്. ഇനി ജെലാറ്റീനസ് പേഴ്സിപ്പിറ്റേറ്റിൻ്റെ ഫോട്ടോ കാണിക്കാം. ഇതാണ് നമ്മുടെ ജെലാറ്റീനസ്. ഓക്കെ, ഇത് കേർഡി പേഴ്സിപ്പിറ്റേറ്റ്. ഈ ഫോട്ടോ എന്തായാലും ജെലാറ്റീനസ് ആണ്. ഇത് ജെലാറ്റീനസ് ആണ്. ദെൻ ഇതെന്ന് പറയുന്നത് വൈറ്റ് പേഴ്സിപ്പിറ്റേറ്റ്. ഇതും വൈറ്റ് പേഴ്സിപ്പിറ്റേറ്റ് ആണ്. ഫോട്ടോ അത്ര ക്ലിയർ അല്ലെങ്കിൽ പോലും ഇത് കറക്റ്റാണ്, നമ്മുടെ ജെലാറ്റീനസിൻ്റെ പേഴ്സിപ്പിറ്റേറ്റ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ബേരിയം ക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു വൈറ്റ് പേഴ്സിപ്പിറ്റേറ്റ് കിട്ടും. ആൻഡ് ദ കാർബണേറ്റ് ഈസ് കൺഫേംഡ്. സോ ഇനി ടെസ്റ്റ് ഫോർ എന്താണ് കാറ്റയോണിനകത്ത് 0 ഗ്രൂപ്പാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സോഡിയം കാർബണേറ്റ് ഈസ് ആഡഡ്. ആൻഡ് ഒബ്സർവേഷനിൽ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ. സോ ദർ ഈസ് പ്രസൻസ് ഓഫ് അമോണിയം. ഇനി കൺഫർമേറ്ററി, ലെഡ് അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ അസറ്റേറ്റ് അല്ലേ, ഇറ്റ്സ് ഫെറിക് ക്ലോറൈഡ് അല്ലേ, ഫെറിക് ക്ലോറൈഡ്. അപ്പം ഈ നെസ്ലേഴ്സ് റിയേജൻ്റോ, ഈ പറയുന്ന അമോണിയത്തിൻ്റെ അസറ്റേറ്റൊക്കെ വരുമ്പോഴാണ് നമ്മൾ അസറ്റേറ്റ് വരുമ്പോഴാണ് ഫെറിക് ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ നെസ്ലേഴ്സ് റിയേജൻ്റ് ആണ്. ഓക്കെ, നെസ്ലേഴ്സ് റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റെഡിഷ് ബ്രൗൺ പേഴ്സിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അമോണിയം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ടു ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ സോഡിയം. ശരിയാണല്ലോ, അമോണിയം എന്ന് പറയുമ്പം ഒരു കാറ്റയോണാണ്. അപ്പോൾ നമ്മൾ 2 ടെസ്റ്റ് ചെയ്യണം. ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ് ആൻഡ് ബോയിൽഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ദ ഗ്ലാസ് റോൾ ഡിപ്പ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ഷോൺ അറ്റ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ എന്തുണ്ടാവും? a colorless pungent smelling gas is evolved, which gave dense white fumes with concentrated HCl. അത് ഓക്കെ ആണല്ലോ അവിടെ. അപ്പം എങ്ങനെയാണ് അമോണിയം എന്ന് വരുമ്പോൾ അവിടെ നെസ്ലേഴ്സ് റിയേജൻറ്റിൻ്റെ ഒരു ടെസ്റ്റ് എഴുതണം. കൂടാതെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യുമ്പോഴേക്കും ഒരു പഞ്ചൻ്റ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും.
which gave dense white fumes with concentrated HCl. വിത്ത് കോൺസെൻട്രേറ്റഡ് HCl. നമ്മൾ എന്ത് ചെയ്തത്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം ഗ്ലാസ് റോഡ് കോൺസെൻട്രേറ്റഡ് ഈ ഗ്ലാസ് റോഡ് dipped in concentrated HCl is shown at the mouth of the test tube. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക, പോസ് ചെയ്തിട്ട് ഓർത്തെടുക്കുക. അവിടെ നമ്മുടെ അമോണിയം കാർബണേറ്റ് കഴിഞ്ഞു. ഇനി ലെഡ് അസറ്റേറ്റിന് അസറ്റേറ്റാണ് ആദ്യം. അപ്പോൾ ആദ്യം തന്നെ ഡൈല്യൂട്ട് HCl ഈസ് ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് ഡൈല്യൂട്ട് HCl ഈസ് ആഡഡ്. അപ്പം there is no characteristic reaction, so absence of carbonate. അടുത്തത് take a little of the salt in the hands അല്ലെങ്കിൽ in the test tube and add dilute sulfuric acid. If it smell പിന്നെ observation smell of the vinegar, so presence of acetate. ഇനി confirmatory ഇവിടെ അഡീഷൻ ഓഫ് ഫെറിക് ക്ലോറൈഡ്, അതുതന്നെ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ്. അപ്പോൾ ഇവിടെ എന്തുണ്ടായും, ഡീപ്പ് റെഡ് കളർ ഈസ് ഒബ്സർവ്ഡ്, അല്ലെങ്കിൽ ഒരു റെഡിഷ് ബ്രൗണോ അങ്ങനെ വരില്ലേ, റെഡിഷ് ബ്രൗൺ, യെസ് അതും കറക്റ്റാണ്, റെഡിഷ് ബ്രൗൺ. സോ അസറ്റേറ്റ് ഈസ് കൺഫേംഡ്. ഇനി അടുത്തത് ലെഡ് അസറ്റേറ്റ് അല്ലേ, അപ്പം ലെഡ് വേണ്ടേ, ലെഡ് അസറ്റേറ്റിന് ലെഡ് വേണം എന്നുണ്ടെങ്കിൽ ലെഡ് എന്ന് പറയുന്നത് Pb2+ ആണ്, ദാറ്റ് ഈസ് സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. അപ്പം അമോണിയം ചെയ്യണം. അമോണിയം എന്ന് പറയുമ്പോൾ ടു ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ സോഡിയം കാർബണേറ്റ് ഈസ് ആഡഡ്. White precipitate is formed, so it is absence of carbonate. Zero group, absence of the zero group. Then അടുത്തത് step 2 എന്നിട്ടിട്ട് to a little of the salt solution dilute HCl is added. A white precipitate is formed, so the presence of lead Pb2+. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് അല്ല, ഫസ്റ്റ് ഗ്രൂപ്പ് കോപ്പർ ആണ് സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, തേർഡ് ഗ്രൂപ്പ് അലൂമിനിയം. അപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് പ്രസൻസ് ഓഫ് ലെഡ്. ഇനി ഒരു precipitate ഉണ്ടായില്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 1. ഓക്കെ, അപ്പം വൈറ്റ് precipitate is formed. ഇനി ലെഡ് അസറ്റേറ്റിന് ലെഡിൻ്റെ കൺഫർമേറ്ററി. ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ്. ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ പൊട്ടാസ്യം അയഡൈഡ് ഈസ് ആഡഡ്. അപ്പോൾ നമുക്ക് വേണ്ടത് ലെഡാണ് ലീഡ് ചെയ്യുന്ന. അപ്പം നമ്മളതിനെ ലെഡ് എന്ന് വെച്ചാൽ ലീഡ് ചെയ്യുന്നവൻ. പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഉള്ളവൻ. എപ്പോഴും നമ്മൾ ലീഡ് ചെയ്യുന്ന ആളുകളായിരിക്കും, വളരെ പൊട്ടൻഷ്യലുള്ള ആളുകളായിരിക്കും. അപ്പം കൺഫർമേറ്ററിക്കകത്ത് അപ്പം ലെഡിനകത്ത് എന്തായാലും പൊട്ടാസ്യത്തിന് വേണമെന്ന് അറിഞ്ഞിരിക്കണം. എന്തായാലും പ്രിലിമിനറി ആയിരിക്കില്ല, കാരണം പ്രിലിമിനറിക്ക് നമ്മൾ എന്താണ് ചെയ്തത്, HCl ഏത് കാർബണേറ്റിൻ്റെ ചെയ്തതുപോലെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈറ്റ് precipitate is formed. Then potassium iodide is added. പൊട്ടാസ്യം ഈ പൊട്ടൻഷ്യലുള്ള ആളുകളുടെയൊക്കെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ ആയിരിക്കും. കാരണം സൂര്യൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് യെല്ലോ ഒരു ഷെയ്ഡിൻ്റെ കളറല്ലേ, അപ്പം അത്ര പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അപ്പം യെല്ലോ കളർ, യെല്ലോ precipitate is formed.
വിച്ച് ഡിസോൾവ് ഇൻ ഹോട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ആൻഡ് റീഅപ്പിയർഡ് ആസ് ഗോൾഡൻ സ്പാങ്കിൾസ് ഓൺ കൂളിങ്. അപ്പം ഹോട്ട് വാട്ടറിൽ ഇത് ഡിസോൾവ് ആവും, പിന്നെ അത് റീഅപ്പിയർഡ് ആസ് എന്ത് കളർ, മറ്റേ സണ്ണിൻ്റെ ആ ഗോൾഡ് കളർ, ഗോൾഡൻ സ്പാങ്കിൾസ് ഓൺ റീഅപ്പിയേഴ്സ് ആസ് ഗോൾഡൻ സ്പാങ്കിൾസ് ഓൺ കൂളിങ്. സോ ലെഡ് ഈസ് കൺഫേംഡ്. അപ്പം ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ പൊട്ടാസ്യം അയഡൈഡ് ഈസ് ആഡഡ്. എന്നിട്ട് പറയണം വൈറ്റ് പേഴ്സിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ വൈറ്റ് പേഴ്സിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്, ദെൻ ഇറ്റ് ഡിസോൾവ്ഡ് ഓൺ ഹോട്ട് വാട്ടർ ആൻഡ് റീഅപ്പിയേഴ്സ് ആസ് ഗോൾഡൻ സ്പാങ്കിൾസ് ഓൺ കൂളിംഗ്. അപ്പം എന്താണ് ലെഡ് ഈസ് കൺഫേംഡ്. ഇനി ഒരു കൺഫേമേറ്ററിയും കൂടി എഴുതണം. നമ്മൾ എന്താണ് ഇപ്പം തന്നെ അമോണിയത്തിൻ്റെ ആണെങ്കിൽ 2 കൺഫേമേറ്ററി എഴുതി. ഒന്ന് എന്തൊക്കെയാണ്, നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡും കോൺസെൻട്രേറ്റഡ് HCl തമ്മിലുള്ള ഒന്നും, പിന്നെ നെസ്ലേഴ്സ് റിയേജൻറ്റ് ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു റെഡിഷ് ബ്രൗൺ പേഴ്സിപ്പിറ്റേറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെയും ലെഡ് അസറ്റേറ്റ് ലെഡാണ്. ലെഡ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം അയഡൈഡാണ്. പൊട്ടാസ്യം അയഡൈഡിനകത്ത് യെല്ലോ കളർ വന്നു. പിന്നെ സ്പാങ്കിൾസിൻ്റെ കാര്യം നമ്മൾ പറയണം. ഓക്കെ, then to a little of the salt solution acetic acid and potassium chromate solution are added. Potassium chromate solution are added. To a little of the salt solution അസറ്റിക് ആസിഡ് ഇപ്പോൾ നമ്മൾ ലെഡാണ് പറയുന്നത്, ലീഡ് ചെയ്യുന്ന അസറ്റിക്. ഈ ലീഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര ഫാഷനബിൾ ആളുകളാണ്. ഇവർ നെയിൽ പോളിഷ് ഭയങ്കര ഫാഷനുള്ള ആളുകൾ അല്ല എന്നാണ്. കാരണം അവരെപ്പോഴും കോൺസെൻട്രേറ്റഡ് ഓൺ ഡൂയിങ് തിങ്സ്, അവരുടെ ബ്യൂട്ടി കൂടുതൽ നോക്കൂല. അപ്പം അസറ്റിക് ആസിഡ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അവരാരെങ്കിലും ലീഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവർ ഈ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്യും. അപ്പോൾ അസറ്റിക് ആസിഡ്. അപ്പോൾ ലീഡെന്ന് കേൾക്കുമ്പം അല്ലെങ്കിൽ ലെഡെന്ന് കേൾക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഒന്ന് പൊട്ടാസ്യത്തിൻ്റെ കാര്യം, പൊട്ടൻഷ്യൽ ഉള്ളവൻ പൊട്ടാസ്യം അയഡൈഡ്, അതാലോചിക്കണം. ദെൻ അപ്പം കളറെന്ന് പറയുന്നത് യെല്ലോയാണ്. പിന്നെ ഗോൾഡൻ ആയിട്ട് മാറും, ഗോൾഡൻ സ്പാങ്കിൾസ് ആയിട്ട് മാറും ഓൺ കൂളിങ്. ഇനി ലെഡിൻ്റെ രണ്ടാമത്തെ കൺഫേമേറ്ററി ആണ് എന്താണ് പറയുന്നത്, അസറ്റിക് ആസിഡിൻ്റെ കാര്യം. അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ. ഇവിടെയും പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യം അയഡൈഡ് ആണെങ്കിൽ അപ്പുറത്ത് പൊട്ടാസ്യം ക്രോമേറ്റ് ആണ്. അപ്പം അത്ര പൊട്ടൻഷ്യലുള്ള ആളാണ് പൊട്ടാസ്യം. ലെഡ് എന്ന് പറയുന്നത് അത്ര പൊട്ടൻഷ്യലാണ്. രണ്ടിടത്തും പൊട്ടൻഷ്യൽ, ഒന്ന് പൊട്ടാസ്യം അയഡൈഡും ഒന്ന് പൊട്ടാസ്യം ക്രോമേറ്റ്. അപ്പോൾ പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ, അപ്പോൾ ഒരു യെല്ലോ പേഴ്സിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് ആൻഡ് ലെഡ് ഈസ് അഗെയിൻ കൺഫേംഡ്. പേടിക്കാനൊന്നുമില്ല, നമ്മൾ ഒരു തവണ പഠിക്കും, സെറ്റാക്കി ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ പഠിച്ച് കഴിഞ്ഞിട്ടേ നമ്മളത് എത്ര മിനിറ്റത്തെ ക്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ആൻഡ് ദ വൺ തിങ് ഇസ് ദാറ്റ് ഇപ്പം ഈ ഒരു ഫുൾ ടോപ്പിക്സ് നമ്മൾ ഓരോന്ന് ട്രിക്കൊക്കെ വെച്ച് പഠിക്കും. എന്നിട്ട് നമ്മളത് വീണ്ടും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും, റീകളക്ട് ചെയ്യും. ആൻഡ് ദെൻ ലേറ്റർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എസ്റ്റിമേഷൻ ഓഫ് ബേസ് ചെയ്യണം. എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ആസിഡ്. അപ്പം ഒന്നേ ചോദിക്കത്തുള്ളൂ, ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. എന്നാൽ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യണം. ചെയ്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് നമ്മുടെ ഒന്നുമില്ലാതെ ഈ ബുക്ക് അല്ലെങ്കിൽ PDF ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ റീകളക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വിൽ ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പം പറഞ്ഞത്, ലെഡിൻ്റെ കാര്യം. ലെഡിനകത്ത് 2 കൺഫേമേറ്ററി ഉണ്ട്. രണ്ടിനകത്ത് പൊട്ടാസ്യം ഉണ്ട്. ഒന്ന് പൊട്ടാസ്യം അയഡൈഡും ഒന്ന് പൊട്ടാസ്യം ക്രോമേറ്റും. അപ്പോൾ പൊട്ടാസ്യം അയഡൈഡ് എന്ന് പറയുന്നത് യെല്ലോയാണ്. യെല്ലോ
പേഴ്സിപ്പിറ്റേറ്റ് ആണ്. രണ്ടാമത്തേനകത്ത് യെല്ലോ പേഴ്സിപ്പിറ്റേറ്റ്, അത് സീനില്ലല്ലോ. രണ്ടിനകത്ത് യെല്ലോ പേഴ്സിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ രണ്ടിനകത്തും പറയാം ലെഡ് ഈസ് കൺഫേംഡ് എന്ന്. ഇനി നമ്മുടെ ഗോൾഡൻ സ്പാങ്കിൾസിൻ്റെ കാര്യം കൂടി പറയണം. പാവമില്ല അയഡൈഡ്. അപ്പം അയഡൈഡിനകത്ത് ഗോൾഡൻ സ്പാങ്കിൾസ് ഓൺ കൂളിംഗ് എന്ന് എഴുതണം. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ലെഡ് നൈട്രേറ്റ് അല്ല, നമ്മുടെ അലൂമിനിയം നൈട്രേറ്റ് ചോദിക്കും. അലൂമിനിയം നൈട്രേറ്റ് ആണ്. അപ്പോൾ അലൂമിനിയം നൈട്രേറ്റിനകത്ത് നൈട്രേറ്റ് എന്തെന്ന് പറയണം. അപ്പം ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് ആഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ദെൻ എങ്ങനെയാണ്, കുറച്ച് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കണം. അതിനകത്ത് സോൾട്ടാണ് ഉപയോഗിക്കാനുള്ളത്. സോൾട്ട് സൊല്യൂഷൻ വേണ്ട, കോൺസെൻട്രേറ്റ് ആയാലും. മീൻസ് ഈ സൾഫ്യൂരിക് ആസിഡൊക്കെ ദേഷ്യക്കാരന്മാരാണ്. അവരുടെ കൂടെ ഇങ്ങനെ അലിഞ്ഞ് നിൽക്കുന്ന സൊല്യൂഷനൊന്നും കൊണ്ടുവരുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സോൾട്ടിനെ തന്നെ എടുത്താണ്. അപ്പോൾ സോൾട്ടിലകത്തോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്തോട്ട് പേപ്പർ ബോൾ ഇടണം. പേപ്പർ ബോൾ ഇടുമ്പോഴത്തേക്കും ഒരു റെഡിഷ് ഗ്യാസ് ഇവോൾവ് ചെയ്താൽ ദെയർ ഈസ് പ്രസൻസ് ഓഫ് നൈട്രേറ്റ്. അപ്പം അലൂമിനിയം നൈട്രേറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കല്ല് പോലെ ഇരിക്കും. ആൻഡ് ഈ നല്ല വലിയ കല്ലാണ്, എന്നാൽ ചെറുതായിട്ടും കല്ലാണെന്ന് തോന്നിക്കും. പക്ഷേ ഈ പറയുന്ന അമോണിയം കാർബണേറ്റൊക്കെ നല്ല ഗ്ലൂക്കോസിൻ്റെ കൺസിസ്റ്റൻസിയാണ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അലൂമിനിയം നൈട്രേറ്റിനകത്ത് നമ്മൾ ഏതാണ് ചെയ്യാനുള്ളത്? നമ്മൾ നാലാമത്തെ ആയ ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് കോൺസെൻട്രേറ്റഡ് sulfuric acid is added, then heated, then paper balls are added to it. Then observation, reddish brown gas ആണ് ഇവിടെ ഉണ്ടാകുന്നത്. reddish brown gas is involved, so there is presence of nitrate. ഇനി നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി. നൈറ്റിൽ വരുന്ന ആളുകളാണ് നൈട്രേറ്റ്. ഈ നൈറ്റിൽ വന്ന ആളുകൾ, നൈറ്റിലാരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് കടന്നു കയറിയാൽ നമ്മൾ കരാട്ടെ പഠിച്ച ആളുകളെയൊക്കെ വിളിക്കണം. ബ്രൗൺ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റിനെ വിളിക്കണ്ട, ബ്രൗൺ ബെൽറ്റിനെ വിളിച്ചിട്ട് നമ്മുടെ വീടിന് പ്രൊട്ടക്ഷനായിട്ട് നിർത്തണം. ഓക്കെ, വീടിന് ഫുൾ ചുറ്റുപാടും ഫുള്ളും പ്രൊട്ടക്ഷനായിട്ട് അവരെ എല്ലാവരെയും നിർത്തണം. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു കാര്യം ഒന്നുകൂടി പറയാം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രാത്രി കടന്നു കയറുന്നുണ്ട്, അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും കടന്നു കയറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി കരാട്ടയൊക്കെ പഠിച്ച ഗുസ്തിക്കാരന്മാരെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും ഒരു വളയം പോലെ ഫോം ചെയ്ത് വെക്കണം. അത് ബ്രൗൺ ബെൽറ്റുകാരെ വിളിച്ചാൽ മതി. ബ്ലാക്ക് ബെൽറ്റുകാർ ഇത്തിരി കൂടുതൽ കാശൊക്കെ കൊടുക്കാനുള്ളതാണ് ബ്രൗൺ ബെൽറ്റുകാർ. അപ്പോൾ ഒരു റിങ് ആയിട്ട് ഫോം ചെയ്യണം. അപ്പോൾ എന്താണ് എപ്പോഴും റിങ് ഉപയോഗിക്കുന്നത്? ബ്രൗൺ റിങ് ഉപയോഗിക്കുന്നത് രാത്രി എന്ന് പറയുമ്പം എന്താണ്? നൈട്രേറ്റ്. ഓക്കെ, നൈട്രേറ്റ്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ബ്രൗൺ റിങ് ടെസ്റ്റ്. എന്താണ് ഈ ബ്രൗൺ റിങ് ടെസ്റ്റ്? ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ ഈക്വൽ വോളിയം ഓഫ് ദ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ്. ടു ദിസ് concentrated sulfuric acid is added along the side of the test tube. ചിലപ്പോൾ ഇങ്ങനെ ചെയ്താൽ കിട്ടണമെന്നില്ല. അപ്പം ആദ്യം നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ഒഴിച്ചാലും മതി. ഓക്കെ, ഞങ്ങളന്ന് ഞാൻ 2-3 ദിവസം മുമ്പ് ലാബിൽ ചെയ്തപ്പോഴത്തേക്കും ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചതിന് ശേഷം ഫെറസ് സൾഫേറ്റ് ഒഴിച്ചു. അപ്പോഴത്തേക്കും കൃത്യമായി തന്നെ ഒരു
ബ്രൗൺ റിങ് ഫോം ചെയ്തു. അപ്പോൾ എന്താണ് വേണ്ടുന്നത്? ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ, വളരെ ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ ഈക്വൽ വോളിയം ഓഫ് freshly prepared ferrous sulfate is added. To this, concentrated sulfuric acid is added along the side of the test tube. അപ്പം നമ്മൾ ചെയ്യുമ്പം എങ്ങനെ ചെയ്യണം? ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, അതിനകത്തോട്ട് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ്. എന്ത് ഫോം ചെയ്യും? ക്വസ്റ്റ്യൻ പറയുന്ന ഒരു ഹെഡിങ് പറയുന്ന പോലെ തന്നെ ബ്രൗൺ റിങ് ഈസ് ഫോംഡ്. സോ നൈട്രേറ്റ് ഈസ് കൺഫേംഡ്. അപ്പോൾ എന്താണ് പ്രിലിമിനറിക്കകത്ത് കോൺസെൻട്രേറ്റഡ് സോൾട്ടിലോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് സൈഡിൽ നിന്ന് ഒഴിക്കണം. എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യണം. ലൈറ്റ് പേപ്പർ ബോൾസ് ഇടുമ്പോഴത്തേക്കും റെഡിഷ് അല്ലെങ്കിൽ ബ്രൗൺ ഗ്യാസ് ഇവോൾവ് ചെയ്താൽ then we can say presence of nitrate. Okay ആണല്ലോ. Then brown ring is confirmed, nitrate is confirmed. നൈട്രേറ്റ് ഒന്ന് മതി. ഇനി അലൂമിനിയം എന്ന് പറയുന്നത് ഗ്രൂപ്പ് 3 ആണ്. അലൂമിനിയം നല്ല രസമാണ് കാണാനായിട്ട്, കാരണം ഒരു വൈറ്റ് ജെലാറ്റീനസ് പേഴ്സിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. To a little of the salt solution, ammonium chloride and excess ammonium hydroxide are added. To a little of the salt solution, വളരെ കുറച്ച് സോൾട്ട് സൊല്യൂഷനിലോട്ട് അമോണിയം ക്ലോറൈഡ്, ക്ലോറിൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ക്ലോറൈഡ്, തേച്ച് കഴുകാൻ കുറച്ച് മതി. ഇപ്പോഴത്തെ പിള്ളേർക്ക് തേക്കാനൊക്കെ മടിയില്ല, അപ്പോൾ കുറച്ച് ക്ലോറൈഡ് മതി. പക്ഷേ ഹൈഡ്രോക്സൈഡ് കുറേ വേണം. എന്തായാലും നമുക്കറിയാം അമോണിയം ക്ലോറൈഡും വേണം, അമോണിയം ഹൈഡ്രോക്സൈഡ് വേണം. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് കൂടുതലും, അമോണിയം ക്ലോറൈഡ് കുറച്ച്, വളരെ കുറച്ച് നല്ല കുറച്ച് വേണം. ഓക്കെ, ദെൻ ഈ അമോണിയൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അമോണിയം കാർബണേറ്റിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ദെൻ to a little of the salt solution, ammonium chloride and excess സൈഡിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആഡഡ്. എന്താണ് അവിടുത്തെ ഒബ്സർവേഷൻ? A white gelatinous precipitate is formed. So there is presence of aluminum. Confirmatory of aluminum. അപ്പം എന്താണ് പ്രിലിമിനറിക്ക് പറഞ്ഞത്? അമോണിയം ഹൈഡ്രോക്സൈഡും പറയണം, അലൂമിനിയം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. നമ്മുടെ വീട്ടിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആരാണ്? അമ്മ. അപ്പോൾ അമോണിയം രണ്ട് മടങ്ങാണ് അമോണിയം വെറും. ഇനി അടുത്തത് അലൂമിനിയത്തിൻ്റെ കൺഫർമേറ്ററി. To a little of the salt solution, sodium hydroxide solution is added drop by drop till in excess. The white gelatinous substance formed which dissolve in excess sodium hydroxide. അപ്പോൾ excess sodium hydroxide ഇത് ഡിസോൾവ് ആയി പോവുകയാണെങ്കിൽ പോവും. അപ്പം നമ്മൾ ഈ പറയുന്ന അലൂമിനിയം എടുത്ത് കഴിഞ്ഞ്, അതായത് അമോണിയം എടുത്ത് കഴിഞ്ഞിട്ട് കളയരുത്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യാനുള്ളത്, ഈ പറയുന്ന സോൾട്ട് സൊല്യൂഷനിലോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പറയുന്ന ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷനിലോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യണം. അങ്ങനെ ഒരു വൈറ്റ് ജെലാറ്റീനസ്
പേഴ്സിപ്പിറ്റേറ്റ് ഫോം ചെയ്തത് ഡിസോൾവ് ഇൻ എക്സസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അങ്ങനെ അലൂമിനിയം ഈസ് കൺഫേംഡ്. ഇനി ആഷ് ടെസ്റ്റ്. ആഷ് അമോണിയം, നമ്മുടെ അലൂമിനിയം നൈട്രേറ്റ് അല്ലേ, അലൂമിനിയത്തിനകത്ത് ഇനി ആഷ് ടെസ്റ്റ് വേണം. ആഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ ഈസ് ബോയിൽഡ് വിത്ത് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പം ഈ ലിറ്റിലായിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിലോട്ട് ഈസ് ബോയിൽഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ്, വളരെ കുറച്ച് ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ആഷ് നമ്മൾ എന്ത് പറയും, ചാരമായി പോകുന്നത് നൈട്രിക്. ഓക്കെ, നൈറ്റിലാരെങ്കിലും വന്നാൽ അവർ ചാരമായിട്ട് പോകും. നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, കൊബാൾട്ട് നൈട്രേറ്റ്. രണ്ടിനകത്ത് നൈറ്റ് ഉണ്ട്, രണ്ടുപേരും നൈറ്റിലാണ് പറഞ്ഞത്, മനസ്സിലായി. ആരുടെ കേസിൽ അലൂമിനിയം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആളിനെ കാണാൻ പറഞ്ഞെങ്കിൽ രാത്രി വരണം. അപ്പം അമോണിയം വേണ്ട, നൈട്രേറ്റ്. ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കൊബാൾട്ട് നൈട്രേറ്റ് ഈസ് added. Then a filter paper dipped in it burned to ash. A blue tinted ash is formed and aluminium is again confirmed. Aluminium വീണ്ടും confirmed ആയി. ഓക്കെ ആണല്ലോ. ദെൻ ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അമോണിയം ക്ലോറൈഡ്. അമോണിയത്തിന് അറിയാലോ എന്താണ് ഈ അമോണിയം എന്ന് പറയുമ്പോൾ ക്ലോറൈഡിലോട്ട് വരാം. പക്ഷെ അമോണിയത്തിനകത്താണെങ്കിൽ അമ്മ പറഞ്ഞപ്പം എന്തൊക്കെ പറഞ്ഞു, അമ്മയ്ക്കകത്ത് നെസ്ലേഴ്സ് വേണം, സോഡിയം ഹൈഡ്രോക്സൈഡ് വേണമെന്ന് പറഞ്ഞു. അമോണിയം പിന്നെ നമ്മുടെ 0 ഗ്രൂപ്പ് ആണവൻ. അപ്പോൾ അതിനകത്ത് സോഡിയം കാർബണേറ്റ് ആണ് വേണ്ടുന്നത്. സോഡിയം കാർബണേറ്റിനകത്ത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷനും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇനി കൺഫർമേറ്ററിക്കകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആഡഡ് ടു ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ വൈറ്റ് പേഴ്സിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് ആണോ? അപ്പോൾ കാർബണേറ്റ് ഉണ്ട്, അസറ്റേറ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ അമോണിയം സ്മെല്ല്. ഓക്കെ അയ്യോ സോറി സ്മെല്ല്, പഞ്ചൻ്റെ സ്മെല്ലിങ് ഗ്യാസസ് ഇവോൾഡ്. പിന്നെ നെസ്ലേഴ്സ് റീജൻ ഒഴിക്കുമ്പം ബ്രൗൺ പേഴ്സിപ്പിറ്റേറ്റാണ് ഉണ്ടാകുന്നത്. ഓക്കെ ഇനി ക്ലോറൈഡിലോട്ട് പോകുമ്പം മുകളിലോട്ടാണല്ലേ ക്ലോറൈഡ്. യെസ്, ക്ലോറൈഡ്. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ് മൂന്നാമത് വരുന്ന ആളാണ് ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ്. അപ്പോൾ അത് ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ആനയോണാണ്. ആനയോൺ. അപ്പം എന്താണ്, a little of the salt is heated in a concentrated sulfuric acid in a test tube. അപ്പോൾ ഇവിടെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പം നാലാമത്തേനകത്ത് അതായത് നൈട്രേറ്റിൻ്റെ കേസിലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്, നോ ചേഞ്ച്. അതിൻ്റെ കൂടെ നമ്മുടെ ബോൾസും കൂടി ആഡ് ചെയ്യണം, സിമ്പിൾ. ഓക്കെ, പേപ്പർ ബോൾസ് ആഡ് ചെയ്യണം. ഇവിടെ കോൺസെൻട്രേറ്റഡ് sulfuric acid in a test tube. A glass rod dipped in ammonium hydroxide is shown at the mouth of the test tube. അപ്പം ക്ലോറൈഡ് വൃത്തിയാക്കുന്നതിനാണ്. അപ്പം അമ്മ കൊണ്ട് വെള്ളം ഒഴിച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് OH, അപ്പോൾ H2 എന്ന് കരുതുക, ഹൈഡ്രോക്സൈഡ്. ഇനി ഇവിടെ നോ ക്യാരക്ടറിസ്റ്റിക് അല്ലല്ല A colorless fuming gas is evolved which give dense white fumes in ammonium hydroxide. നല്ല ഡെൻസ് വൈറ്റ്
ഡെൻസ് വൈറ്റ് a colorless fuming gas is evolved which give dense white fumes with ammonium hydroxide, so there is presence of chloride. ഇനി കൺഫോമേറ്ററി വേണ്ട. കൺഫോമേറ്ററി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു പാർട്ടും കൂടി ഇറക്കും. അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യും. ആൻഡ് ദെൻ നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ബേസ് ഒക്കെ ചെയ്യും. സോ അതും കൂടി കാണാൻ മറക്കരുത്. ഓക്കെ, സോ ഐ തിങ്ക് നമ്മൾ ഒരു 2-3 സോൾട്ട് ചെയ്തു, ഫിനിഷ്ഡ് ആണ്. യാ, ദാറ്റ്സ് ഇറ്റ്.